ഏത് മതവിശ്വാസികളുടെ ഏത് ആരാധനാലയങ്ങളായാലും അത് വിശ്വാസികൾക്കുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതായാലും പള്ളികളിൽ പെരുന്നാൾ സംഘടിപ്പിക്കുന്നതായാലും അതൊക്കെ തന്നെ അതിൻ്റെ ആരൊക്കെയാണോ ആ ക്ഷേത്രത്തെ വിശ്വസിക്കുന്നത്, ആരൊക്കെയാണോ അല്ലെങ്കിൽ ആരാധനാലയത്തെ വിശ്വസിക്കുന്നത്, അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത്. വളരെ മ്ലേച്ഛമായിട്ടുള്ള, അതായത് ഈ പറയുന്ന ഒരു അല്പത്തരം എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു സംഭവം കൊല്ലം പൂരത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പടം ഉയർത്തുന്നതിലൂടെ RSS ചെയ്തിട്ടുള്ളത് ഇതേ പരിപാടി തന്നെയാണ്. ഈ പറയുന്ന പോലെ കടക്കൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന രീതിയിൽ അവരുടെ പാർട്ടി സോങ്ങും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു അതിനനുസൃതമായിട്ടുള്ള പതാകയുടെ പ്രദർശനമൊക്കെ നടക്കുന്നു. തൊട്ടപ്പുറത്ത് തന്നെ കൊല്ലം ജില്ലയിൽ തന്നെയാണ് മറ്റൊരു ക്ഷേത്രത്തിൽ കോട്ടിക്കൽ ഒരു ക്ഷേത്രത്തിൽ ഒരു നമസ്കരിപ്പു എന്ന് പറയുന്ന പാട്ട് പാടി. അങ്ങനെ അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വന്തമായിട്ട് പരിപാടി നടത്തണമെങ്കിൽ അവരുടെ ഗാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളോ ഒക്കെ പ്രദർശിപ്പിക്കണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് എന്ത് ചെയ്യണം, പരിപാടി നടത്തണം. അതാണ് വേണ്ടത്, അതാണ് അന്തസ്. ഇവിടെ ഈ പറയുന്ന രീതിയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം. ഇവിടെ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പടം പ്രദർശിപ്പിക്കുന്നതിന് ആരും എതിരല്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന ഈ പറയുന്ന പാട്ട് പ്രദർശിപ്പിക്കുന്നതിനും അതിലല്ല. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണം ഒക്കെ തന്നെ നടത്തുന്നതിന് ആർക്കും തടസ്സമില്ല. പക്ഷേ ഇത് എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ കൊല്ലം പൂരം പോലെയുള്ള അവിടുത്തെ ആചാരപരമായിട്ടുള്ള ആശ്രമം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതോടൊപ്പം തന്നെ കൊല്ലം നഗരത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാമാണ് എന്ത് ചെയ്യുന്നത് കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ടുള്ള എഴുന്നള്ളിപ്പുകൾ വരുന്നതും അത് ആശ്രാമ മൈതാനത്താണ് എന്ത് ചെയ്യുന്നത് സംഘടിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന സമ്മതിക്കുന്നതും. ആ ആശ്രാമ മൈതാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കൊല്ലം ജില്ലാ കളക്ടർ അധീനതയിലാണ് എന്തുള്ളത്, ആശ്രാമ മൈതാനമുള്ളത്. ഒരു പബ്ലിക് പ്ലേസിൽ, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയിൽ ഇത്തരത്തിലൊരു പ്രചരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഘോഷം നടത്തുമ്പോൾ അതിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് തീർത്തും അല്പത്തരം തന്നെയാണ്.